തന്നെ വിജിലൻസിന് ഇയാളെക്കുറിച്ചുള്ള പരാതികൾ ലഭിച്ചിരുന്നു. ഇത് താൽക്കാലിക കലക്ഷൻ, അതായത് ഒരു അപ്പാർട്ട്മെന്റ്, 4 നിലയുള്ള അപ്പാർട്ട്മെന്റ്, അതിവിടെ താൽക്കാലിക കലക്ഷൻ നൽകിയിരുന്നു. അത് സ്ഥിരപ്പെടുത്തി നൽകാനാണ് ഏകദേശം 5 ലക്ഷത്തോളം രൂപയാണ് ഇയാൾ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത്. കാരണം ഈ ഒരു താൽക്കാലിക കലക്ഷൻ പെർമനന്റ് ആക്കണമെങ്കിൽ അവിടെ ഒരു എക്യുപ്മെന്റ് സ്ഥാപിക്കണം. ആ എക്യുപ്മെന്റ് സ്ഥാപിക്കണമെങ്കിൽ 10 ലക്ഷത്തോളം രൂപയുണ്ട്. അപ്പോൾ അത് വെക്കാതെ തന്നെ ഈ അനുമതി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. അങ്ങനെ 5 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ആവശ്യപ്പെട്ടു. അതിന് പിന്നീട് ശേഷം ബാർഗനിങ് നടത്തി ഏകദേശം ഏറ്റവും അവസാനം 1.5 ലക്ഷം രൂപയിൽ ആ വിലപേശിൽ എത്തി നിൽക്കുകയായിരുന്നു. ഇന്ന് അതിന്റെ ആദ്യ ഗഡു കൈപ്പറ്റാനായി തേവര ബസ് സ്റ്റാൻഡാണ്, തൊട്ട് മറുവശത്തെ പോലീസ് സ്റ്റേഷനാണ്. അതിന്റെ തൊട്ട് ഇപ്പുറത്തുള്ള, തൊട്ട് എതിർവശത്തുള്ള ഈ ബസ് സ്റ്റാൻഡിൽ വെച്ച് ആ പണം കൈപ്പറ്റി തിരിച്ച് ആ പണം 90,000 രൂപ കൈപ്പറ്റുന്നു. ആ പണം കൈപ്പറ്റി നേരെ ബസ്സിലേക്ക് ചാടിക്കയറുന്നിടെയാണ് ഇവിടെ കാത്തു നിന്നിരുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ വളഞ്ഞത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇദ്ദേഹം ഇപ്പോൾ വിജിലൻസിന്റെ കസ്റ്റഡിയിലാണ്. 90,000 രൂപയാണ് ഇയാൾ കൈപ്പറ്റിയത്. അത് നേരത്തെ പറഞ്ഞ പോലെ ആ ബിൽഡറിൽ നിന്നും ഏകദേശം 5 ലക്ഷം ആവശ്യപ്പെട്ടു. പിന്നീട് വില പേശി 1.5 ലക്ഷത്തിലെത്തി. ഈ പോലീസ് സ്റ്റേഷന് തൊട്ട് പുറകിൽ തന്നെയാണ് ഈ ഒരു ഇയാളുടെ ഓഫീസ് ഉള്ളത്. അവിടെ നിന്നും കാൽനടയായി എത്തി ഇവിടെ നിന്നും ആ പണം കൈപ്പറ്റിയതിന് ശേഷം ഇവിടെ നിന്ന് ബസ്സിൽ ചാടിക്കയറി രക്ഷപ്പെടാനായിരുന്നു ശ്രമം. അതിനിടയിലാണ് ഇയാൾ പിടിയിലാകുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസിന് നേരത്തെ തന്നെ പരാതികൾ ലഭിച്ചിരുന്നു. അങ്ങനെ ഏകദേശം വലിയ തോതിൽ കൈക്കൂലി വാങ്ങി ഇടപാടുകൾ നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസിന്റെ പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ബോധ്യപ്പെട്ടുള്ളത്. ഏതായാലും വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ, ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ, സാർ എങ്ങനെയാണ്, ഏത് രീതിയിലാണ്? ഇത് KSEBയിലെ ഒരു AI ആണ്. കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൈക്കൂലി വാങ്ങിയതാണ്. ഇപ്പം ജസ്റ്റ് ആയിട്ടേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് പിന്നെ പണം എത്ര ആവശ്യപ്പെട്ടിരുന്നത്? ഇപ്പോൾ 1.5 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഒരു കണക്ഷൻ, പഴയൊരു കണക്ഷൻ ഉണ്ട്. അത് ടെമ്പററി കണക്ഷൻ, അത് പെർമനൻ്റ് ആക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്.